ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്നൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. മോർണിംഗ് ടു ഈവനിങ് വരെയുള്ള വ്ളോഗാണ്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, കൊറോണ ഒക്കെ ആയിട്ട് പുറത്ത് എവിടെയും പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് നമ്മളെല്ലാവരും ഉള്ളതില്ലേ. അപ്പം നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്കൊന്ന് മുറ്റത്തെങ്കിലും ഇറങ്ങി നടക്കാം. ഇവിടെ എന്ന് പറയുമ്പോൾ അങ്ങനെയും പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ദിവസത്തെ ഒരു വ്ളോഗാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പം നമുക്ക് വ്ളോഗിൽ കിടക്കാം. രാവിലെ ഒരു 6:30 ആകുമ്പോഴാണ് കിച്ചണിൽ കയറിയത്. ആദ്യം തന്നെ ജനല തുറന്നിട്ടു കേട്ടോ. ജനൽ തുറന്നിട്ട് ഇത് അപ്പുറത്തെ റൂമിലത്തെ കിച്ചണിൻ്റെ ജനൽ തന്നെയാണ് ഇത് കാണുന്നത്. പിന്നെ വേഗം ചായക്ക് വെള്ളം വെച്ച്. മോനക്കൊരു 8 മണിയാകുമ്പോൾ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അവന് KG2 പഠിക്കുന്നത്. അപ്പോൾ കൊറോണ ആയ കാരണം എല്ലാവർക്കും അറിയാമല്ലോ, ഇപ്പോൾ സ്കൂളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം ഇപ്പോൾ ഓൺലൈനായിട്ടാണ് ക്ലാസ്സൊക്കെ നടക്കുന്നത്. അപ്പോൾ പിന്നെ ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കൊള്ളി ഈസ്റ്റ് വെക്കാൻ വിചാരിച്ചിട്ട് അതൊന്ന് ക്ലീനാക്കി എടുക്കുകയാണ്. പിന്നെ മോനെ ഇക്കുള്ളതുകൊണ്ട് പിന്നെ മോൻ്റെ കാര്യങ്ങളൊക്കെ കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ ഒക്കെ ചെയ്തോളും. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുത്തിട്ട് കട്ട് ചെയ്യാൻ പോവാണ്. അതിനുശേഷം ഞാൻ ഇതൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുക. മോൾ എണീക്കുമ്പോഴത്തേന് എന്തെങ്കിലും പണികളൊക്കെ ഉണ്ടെങ്കിൽ വേഗം തീർത്ത് വെക്കണം. അല്ലെങ്കിൽ പിന്നെ അവൾ ഓരോന്നിനെ വാശി പിടിച്ച് കൂടെ വന്ന് നിന്ന് അങ്ങനെയൊക്കെ ആയിട്ട് ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. ചായക്ക് വെള്ളം വെച്ചത് നല്ലോണം തിളച്ചിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ ഞാനിതാ കഴുകി വെച്ചിട്ടുള്ള കൊള്ളിയൊക്കെ ഇതാ അങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ചെറുതാക്കിയിട്ട് ഇതുപോലെ കൊത്തിയിട്ടിട്ടാണ് ഇസ്റ്റു ഉണ്ടാക്കുക. അപ്പോൾ അതുപോലെയൊക്കെ ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഇത് ഞാനിപ്പോൾ കുക്കറിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് എളുപ്പമല്ലോ. അതിപ്പോൾ ഞാൻ കുക്കർ എടുത്തിട്ട് അതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഞാൻ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നല്ലോണം ഇളക്കിയെടുക്കാം. ഇനി ഇത് കുക്കർ അടച്ചു വെച്ച് വേവിക്കാം. ഞാനൊരു 5 വിസിൽ വരുന്നത് വരെ അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ മോനെ വിളിക്കട്ടെ വെച്ചിട്ട് റൂമിൽ പോയപ്പോഴത്തേന് തന്നെ മോനെ വിളിച്ചിട്ട് ബാത്റൂമിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. മോളെ എണീറ്റില്ല, ഇപ്പോഴും നല്ല ഉറക്കമാണ് അവൾ. മോനിതാ കൂളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അവനക്ക് കുറച്ച് ചൂടുവെള്ളം കൊടുക്കുകയാണ്. മോനിതാ ഡ്രസ്സൊക്കെ മാറിയിട്ട് റെഡി ആയിട്ട് ഇരിക്കുകയാണ്. അതിനുശേഷം ഇതാ കുറച്ച് ചായ കൊണ്ടു കൊടുത്തതാണ്, ബ്രെഡും ചായ കൊടുത്തത്. അപ്പോൾ ഇനി ഒരു 8 മണി മുതൽ 8:30 വരെ ക്ലാസ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ ഒരു ഗ്യാപ്പ് കിട്ടും. ആ സമയത്താണ് പിന്നെ ചായയൊക്കെ കുടിക്കുള്ളൂ ശരിക്ക്. അപ്പോൾ അത് 8 മണിയായി, ക്ലാസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ട്. Long and short. So today we will be doing like, and you can see here I have more. Yes. So which this is now more? Yellow is more or this? കുറച്ച് നേരം ഞാനത് നോക്കിയതിന് ശേഷം പിന്നെ ഞാൻ കിച്ചണിലേക്ക് വന്നു. എനിക്ക് ബാക്കി പണിയുണ്ടല്ലോ, മോള് എണീക്കുമ്പോഴത്തേനും അത് തീർക്കണം. അപ്പോൾ ഞാൻ ആ സ്റ്റൂക്കുള്ള വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുകയാണ്. ഒരു 15 ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ അതിൻ്റെ പകുതി വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലേക്ക്. ഇനി ഞാനിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ചതക്കിയെടുക്കുകയാണ്. ഇന്ന് ഞാൻ ഉച്ചയ്ക്ക് നെയ്ച്ചോറും കോഴിക്കറിയും വെക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള കോഴി എടുത്തിട്ട് വെള്ളത്തിലിട്ടതാണ്. അതിൻ്റെ റെസിപ്പിയും കൂടി ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതാ മോളെ എണീറ്റ് വരുന്നുണ്ട്. അവൾ എന്നെ വന്നിട്ട് വിളിക്കുകയാണ്, വായോ പറഞ്ഞിട്ട് വിളിക്കുക. അപ്പോഴേക്കും ഇത് മോൻ്റെ ക്ലാസ്സും കഴിഞ്ഞ് 8:30 വരെ ക്ലാസ്സുള്ളൂ. അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് അപ്പോൾ അവർ രണ്ടാളും കൂടിയിട്ട് ഞാൻ റൂമിൽ കൊണ്ടിരുത്തി. ഇവിടെ ഇതാ കൊള്ളി നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിതൊന്ന് താളിക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് കടുകിട്ട് പൊട്ടിക്കുക. പിന്നെ വേപ്പിൻ്റെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഉണ്ടല്ലോ, അതും കൂടി ഇട്ടിട്ട് ഒന്ന് നല്ലോണം മൂത്ത് വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഉള്ളി നല്ലോണം മൂത്ത് വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കുകയാണ്. എൻ്റെ കയ്യിൽ നിന്ന് ആ വീഡിയോ മിസ്സായത് കാരണമാണ് ഞാൻ ഇതിൽ കാണിക്കാത്തത്. നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ ചതച്ച മുളകില്ലെങ്കിൽ സാധാ ഉണക്കമുളക് ഉണ്ടല്ലോ, അതൊന്നും പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇതാ ഉള്ളിയൊക്കെ ഇപ്പം നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കൊള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത്ര വെള്ളം വേണ്ടെന്നുള്ളവരൊന്ന് വറ്റിച്ചെടുത്താൽ മതി. ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടാറി കഴിഞ്ഞാൽ കട്ടിയാവും. അതുകൊണ്ടാണ് ഞാൻ എത്ര വെള്ളം എടുത്തിട്ടുള്ളത്.
ഇനി ഞങ്ങൾ ചായ കുടിക്കാൻ പോവാണ്. മോനിക്ക് ഇനി അടുത്ത ക്ലാസ് 9 മണിക്ക് തുടങ്ങും. അപ്പത്തിനും ചായ ഒക്കെ കുടിക്കാൻ പോവാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പാൽ ചായയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ അടുത്ത ക്ലാസ് തുടങ്ങാൻ പോവാണ്. ചിലപ്പോൾ ഒക്കെ നല്ല ഇൻട്രസ്റ്റ് ഒക്കെ ആയിട്ട് ഇരിക്കും. അപ്പോൾ ഇതാ മോള് ഇതാ അവിടെ പോയിട്ട് അവൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഇരുത്താൻ പാടില്ല എന്ന് ആദ്യം തന്നെ സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്, ചെറിയ മക്കളൊന്നും. അപ്പോൾ ഞാൻ അവളെ അവിടെ നിന്ന് എടുത്തിട്ട് ഇതാ കുറച്ച് ബ്ലോക്സൊക്കെ എടുത്തിട്ട് അവിടെ വന്ന് കളിച്ചോ കൊണ്ട് ഇരുത്തിയത്. അപ്പോൾ അവളത് കളിക്കണമൊന്നുമില്ല, അതിൻ്റെ മേലെ കയറി ഇരിക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. പിന്നെ ഞാൻ വന്നിട്ട് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നേരത്തെ എടുത്തിട്ടുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ്. അതിനുശേഷം വെള്ളത്തിലിട്ടിട്ടുള്ള ചിക്കനൊക്കെ ഒന്ന് വേറിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ക്ലീൻ ആക്കി എടുക്കുകയാണ്. ഞാനെപ്പോഴും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഉപ്പിട്ടിട്ടാണ് കഴുകിയെടുക്കാറ്. അപ്പത്തിന് ഇത് മോൻ്റെ ആ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് അടുത്ത ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഞാൻ മക്കൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം ഉണ്ടാക്കി വെക്കുകയാണ്. ഇതുപോലെ വെള്ളം തിളപ്പിച്ചിട്ട് ഫ്ലാസ്കിലാക്കി വെക്കുക ചെയ്യൽ. പിന്നെ അവർ ചോദിക്കുമ്പോൾ അതിൽ കൂടെ കുറച്ചും കൂടെ തണുത്ത വെള്ളം മിക്സ് ആക്കിയിട്ട് കൊടുക്കുക ചെയ്യും. അപ്പത്തിന് ഇത് മോള് കയ്യിലൊക്കെ ആകെ സ്കെച്ചായിട്ട് വരച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്ച്ചോറിനുള്ള അരി ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കണം. അതിന് ഞാനിപ്പോൾ ഒരു 4 ഗ്ലാസ് അരി, ഇതിലൊരു 4 ചെറിയ ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലോണം ഒന്ന് കഴുകിയെടുത്തിട്ട് വെള്ളത്തിലിട്ട് വെക്കുക. ഞാൻ അതിന് വേണ്ടിയിട്ട് ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 സവാള എടുത്തിട്ടുണ്ട്, 1 തക്കാളി, 1 ഉരുളൻകിഴങ്ങ്. ഇന്ന് ഉരുളൻകിഴങ്ങ് ഇട്ടിട്ടാണ് ഈ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഉള്ളിയും അതുപോലെ ഉരുളൻകിഴങ്ങൊക്കെ ഒന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഞാനിതിൽക്കൊരു 10 അല്ലി വെളുത്തുള്ളി, അതിൻ്റെ പകുതി ഇഞ്ചി, 2 പച്ചമുളക് എടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കുക. അതിനുശേഷം ഒരു കുക്കർ വെച്ചിട്ട് അതൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് പിന്നെ ഒരു കറുവപ്പട്ട, ഒരു ഏലക്കായ, ഒരു കുഞ്ഞ് കഷ്ണം പട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഇട്ടിട്ടൊന്ന് നല്ലോണം വഴറ്റി കൊടുക്കുക. അത് വഴഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകും മിക്സ് ഉണ്ടല്ലോ, അതും കൂടി ഇട്ടിട്ട് നല്ലോണം പച്ചമണം മാറുന്ന വരെ വഴറ്റി കൊടുക്കുക. ഇനി അതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള തക്കാളിയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. 2 ടീസ്പൂൺ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി. എന്നിട്ട് പിന്നെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് നല്ലോണം വഴറ്റി കൊടുക്കുക. ഇനി ക്ലീനാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കണം. ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നല്ലോണം മിക്സ് ആവണ തരത്തിൽ തന്നെ ഇത് ഇളക്കിയെടുക്കുക. അതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് ചിക്കൻ ആയതുകൊണ്ട് അതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് നല്ലോണം മിക്സാക്കി എടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് ഞാനിപ്പോൾ ഒരു 2 വിസിൽ വരുന്ന വരെയാണ് വേവിച്ചെടുക്കുന്നത്. നിങ്ങളെ വേവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വേവിച്ചെടുക്കാം. റൂമിൽ വന്നപ്പോൾ മോനിത് ബ്ലോക്സൊക്കെ ആയിട്ട് ഓരോന്ന് ഉണ്ടാക്കി കളിക്കുകയാണ്. അപ്പോൾ എനിക്ക് കാണിച്ചു തരികയാണ് വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട്. അതിനുശേഷം കുറച്ച് കഴുകാടാണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് വാഷ് മെഷീനിൽ ഇടും. ഇനി നമുക്കങ്ങനെ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ചൂടായപ്പോൾ അതിലേക്ക് ഞാൻ ഒരു 3 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു ഏലക്കായ ഇട്ടിട്ട് ഒന്ന് പൊട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യും.
ഞാനിപ്പോൾ ഇത് ഉള്ളിയൊന്നും വഴറ്റാതെയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളിയൊക്കെ വഴറ്റിയിട്ട് ഉണ്ടാക്കുക. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്തിടുകയും ചെയ്യാം കേട്ടോ. ഇനി അതിലേക്ക് 1 ടീസ്പൂണ് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. അതൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച അരി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇതെന്തിനാ ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ, ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നെയ്ച്ചോറ് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ അരിയൊന്നും തീരെ ഒട്ടി പിടിക്കില്ല, വേറിട്ട് തന്നെ കിടക്കും. പാത്രത്തിൽ ഇങ്ങനെ തട്ടുമ്പോൾ ഈ അരിക്കൊരു സൗണ്ട് ഉണ്ടാവും. അതുവരെ അരി വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ഇത് അരി ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിലാവണം നമ്മൾ അരി വെച്ചിട്ടുള്ള പാത്രം വെക്കാൻ. ഞാനിപ്പോൾ ഇതിലേക്ക് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിനാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കിയതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കുക. ഇവിടെ ഇതാ കളിയൊക്കെ കഴിഞ്ഞിട്ട് മോനൊക്കെ ഇതൊക്കെ ഒതുക്കി വെക്കുകയാണ്. ഇതുപോലെ മോന് എന്നെ എപ്പോഴും ഇങ്ങനെ ക്ലീൻ ആക്കാനും ഒക്കെ നല്ലോണം ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇവിടെ ഇതാ അക്വേറിയത്തിൻ്റെ ക്ലീനിങ്ങിലാണ്. അപ്പോഴേക്കും ഇത് നമ്മളെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ആ ചോറൊന്നും തീരെ ഒട്ടി പിടിക്കാണ്ട് നല്ലോണം വേറിട്ട് തന്നെ കിടക്കുന്നുണ്ട്. ഇനി തീ ഓഫാക്കിയിട്ട് അതിന് മേലെ കുറച്ച് ഗരം മസാല മല്ലിച്ചപ്പ് ഇട്ടതിന് ശേഷം നമുക്ക് അടച്ചു വെക്കാം. ഇനി ഞാൻ മക്കൾക്ക് കുറച്ച് തൈരിൽ ഉപ്പിട്ടിട്ട് തണുപ്പ് പോകാൻ വേണ്ടിയിട്ടൊന്ന് പുറത്ത് വെക്കുക. പിന്നെ സാലഡും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി വെച്ച് ഇപ്പോൾ പണികളൊക്കെ ഒരുവിധമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഞാനിതാ കൗണ്ടർ ടോപ്പും അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റൗവൊക്കെ ഒന്ന് ക്ലീൻ ആക്കുകയാണ്. കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി വെച്ച്. അതിനുശേഷം അകമൊക്കെ ഒന്ന് അടിച്ച് വാരി തുടച്ച്. എപ്പോഴും ഞാൻ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ചെയ്യാറുള്ളൂ, അടിക്കലും തുടക്കലൊക്കെ. അല്ലെങ്കിൽ മക്കൾ എല്ലാം കഴിയുമ്പോഴത്തേനും വീണ്ടും കച്ചറാക്കിയിട്ടുണ്ടാവും. പണികളൊക്കെ കഴിഞ്ഞിട്ട് കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കാനിരുന്ന്. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ചില ദിവസങ്ങൾ മക്കൾ കിടന്ന് ഉറങ്ങും, അല്ലെങ്കിൽ പിന്നെ കളിച്ചുകൊണ്ടിരിക്കും. ഇന്ന് എന്താണ്, രണ്ടാളും നല്ല ഉറക്കമാണ്. അപ്പോൾ പിന്നെ എനിക്ക് കുറച്ചും കൂടെ പണികളൊക്കെ ഉണ്ടായിരുന്നു. കഴുകിയതൊക്കെ ഒന്ന് പുറത്തൊക്കെ കൊണ്ടിട്ട് അതിനുശേഷം വന്നിട്ട് പിന്നെ അവർക്ക് വൈകിട്ടത്തേക്ക് ചായക്ക് വേണ്ടിയിട്ട് മാക്രോണി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് ഇതാ സോസേജൊക്കെ എടുത്തിട്ട് വെള്ളത്തിലിടാൻ പോവാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഞാനിപ്പോൾ മാക്രോണിയുടെ റെസിപ്പി കൂടെ കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോ നല്ല ലെങ്തി ആയി പോവും. അപ്പോൾ അത് പിന്നൊരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. താങ്ക് യു.